നമസ്കാരം. നാം ഏവരും ധനുമാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. ധനുമാസം പരമശിവന് വിശേഷപ്പെട്ട മാസങ്ങളിൽ ഒന്നാകുന്നു. കാരണം പരമശിവന്റെ ജന്മമാസമാണ് ധനുമാസം. അതിനാൽ അത്രമേൽ പ്രാധാന്യം നാം ധനുമാസത്തിന് നൽകേണ്ടതാകുന്നു. എന്നാൽ ധനുമാസവുമായി ബന്ധപ്പെട്ട് ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ നേട്ടങ്ങൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച എന്നിവ നേടുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാകുന്നു. ധനുമാസത്തിൽ രാജയോഗ തുല്യമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫലം മാത്രമാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. പൊതുഫലപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇന്ന് നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ചൊവ്വയും സൂര്യനും അഷ്ടമത്തിൽ നിന്നും മാറുന്നത് ഗുണകരമാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ, കലഹങ്ങൾ, ആലസ്യം എന്നിവ ഒഴിയുന്ന സമയമാണ് ഇത്. ജന്മനക്ഷത്രത്തിൽ വ്യാഴം വക്രഗതിയായി സഞ്ചരിക്കുന്നത് തടസ്സങ്ങൾക്കോ ആത്മഗ്ലാനികൾക്കോ കാരണമായേക്കാം. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ 11 ശക്തനായ ശനി തുടരുന്നതിനാൽ കർമ്മഗുണം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. നിങ്ങൾ അധ്വാനിക്കുകയാണ് എങ്കിൽ അതിന് ന്യായമായ പ്രതിഫലം ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്നും, സ്വജനങ്ങൾക്കിടയിൽ നിന്നും, പൊതുജനങ്ങൾക്കിടയിൽ നിന്നും വളരെയധികം സ്വീകാര്യത, ബഹുമാന്യത പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ശുക്രസ്ഥിതിയാൽ കുടുംബാന്തരീക്ഷം സമാധാനപൂർണമായി മാറും എന്നതും പ്രത്യേകതയെ തന്നെ പറയാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കൂടുതൽ ഐക്യം രൂപാന്തരപ്പെടുന്നതാകുന്നു. ജീവിതം പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് എന്ന് നിങ്ങൾക്ക് ഈ മാസം ബോധ്യപ്പെടുന്നതാകുന്നു. ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തേക്കാൾ അല്പം മെച്ചപ്പെടുന്ന സ്ഥിതിയാണ് ഉള്ളത്. മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ബന്ധുക്കളുടെയും അതേപോലെ തന്നെ മറ്റു പല വ്യക്തികളുടെയും നിസ്സഹകരണവും അതേപോലെ തന്നെ വിരോധവും അവസാനിക്കാനുള്ള അവസ്ഥകൾ വന്നു ചേരും. പൊതുവെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സ്തംഭനാവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ, വിജയം നേടുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. വസ്തുവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ദിശാബോധം വന്നു ചേരും. വരുമാനം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ഭരണി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഗണപതി ഭഗവാന് കറുകാമാല ചാർത്തുക എന്ന കാര്യം ഇവർ തീർച്ചയായും ചെയ്യുക. ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിക്കുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് ധാരാളം നേട്ടങ്ങളും പ്രയത്നത്തിന് അർഹമായ പ്രതിഫലവും വന്ന് ചേരുന്ന സമയം തന്നെയാണ് ഇത്. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ചകൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാകുന്നു. സ്ഥാനക്കയറ്റമോ വേതന വർധനവോ വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീടുകളിൽ സമാധാനം വന്ന് ചേരുന്ന സമയം തന്നെയാണ് ഇത്. കൂടാതെ സുഹൃത്തുക്കളുടെ പിന്തുണ, കൂടിച്ചേരൽ എന്നിവ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം വിനോദയാത്രകൾക്ക് പോലും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ഉണ്ടായിരുന്ന പിരിമുറുക്കങ്ങൾ, ആ പ്രയാസങ്ങൾ അകന്നു പോകുന്ന ഒരു സമയം തന്നെയാണ് ഇത്. കൂടാതെ
ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിനോടൊപ്പം ഈ സമയം ധനപരമായ ചെലവുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ദേവീക്ഷേത്രത്തിൽ വിളക്ക് വഴിപാട് നടത്തുക എന്ന കാര്യം തീർച്ചയായും ഇവർ ചെയ്യേണ്ടതാകുന്നു. തീർച്ചയായും തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആദിത്യൻ, ചൊവ്വ, കേതു തുടങ്ങിയ പാപഗ്രഹങ്ങൾ അനുകൂല സ്ഥിതി ആവുന്നതിനാൽ ഗുണാനുഭവങ്ങൾക്ക് വർധനവ്, മുൻതൂക്കം വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി കർമ്മരംഗം കൂടുതൽ അനുകൂലമായി മാറും. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പ്രധാനമായും പഠനത്തിൽ മികവുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. കലാമത്സരങ്ങളിലും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും നിങ്ങൾക്ക് ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും. സാമ്പത്തിക രംഗം ഉണരുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ മാസം. ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം വന്ന് ചേരുന്ന സമയമാണ് എന്നതും പ്രത്യേകതയാകുന്നു. പുതിയ ജോലി തേടുന്നവരാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് എന്ന് പറയാം. കൂടാതെ ആരോഗ്യ പരിപാലനത്തിൽ ഈ സമയം അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ശുഭക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ വഴിപാട് നടത്തി ഈ മാസം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാർക്ക് വിജയിക്കുവാനും വ്യത്യസ്തമായ രംഗങ്ങളിൽ മുഖ്യ തൊഴിലിനൊപ്പം തന്നെ ഭാഗികമായി മറ്റൊരു വരുമാന മാർഗം കണ്ടെത്തുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ഇത്. കുടുംബപരമായ ചില കാര്യങ്ങൾ ഇവർക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കാവുന്നതാകുന്നു. എന്നാൽ ആത്മസംയമനം പാലിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. കൂടുതൽ ക്ലേശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ പല രീതിയിൽ വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. തൊഴിൽപരമായി ഏറ്റവും അനുകൂലമായ സമയം തന്നെയാകുന്നു. കർമ്മ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ഈ സമയം തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ നേടുവാനും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സഹായകരമാണ് ഈ മാസം എന്ന് തന്നെ പറയാം. പല ആഗ്രഹങ്ങളും ഈ മാസം നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എങ്കിലും ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ധനപരമായ പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ഈ മാസം പൊതുവെ അനുകൂലം തന്നെയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിളക്ക് വഴിപാട് നടത്തി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് കൃത്യതയോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത്. കൂടാതെ ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തീർച്ചയായും ആലസ്യം ഉണർവിന് വഴി മാറുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ജനപ്രീതിയും അംഗീകാരവും ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ധനക്ലേശങ്ങൾ വഴിമാറിപ്പോകുന്ന സമയം കൂടിയാണ് ഇത്. വായ്പാ സഹായം ലഭ്യമാകുന്ന മാസമാണ് എന്ന് തന്നെ പറയാം. കുടുംബത്തിൽ ഐക്യം അല്പം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത്. കൂടാതെ ഗുണകരമായ കാര്യങ്ങൾ അത് മക്കളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എടുക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രശസ്തിയും വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. വിദ്യാർത്ഥികൾക്കും അതേപോലെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർ ദേവീക്ഷേത്രത്തിൽ എണ്ണ വഴിപാട് നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അതിനാൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു.
മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ധനപരമായ ആശങ്കകൾ അകലുന്ന ഒരു സമയമാണ് ഇത്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. കലയിലും രാഷ്ട്രീയത്തിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരുടെയും അതേപോലെ സുഹൃത്തുക്കളുടെയും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമാകുന്നു. ദിശാബോധം ഉണ്ടാകും. ശരിയായ രീതിയിൽ മുന്നേറുവാൻ സാധിക്കും. കൂടാതെ മക്കളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ച തീരുമാനം വന്ന് ചേരാവുന്നതാകുന്നു. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. കൂടാതെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വിജ്ഞാനം നേടുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ധനപരമായി പല വഴികളിലൂടെ ധനം വന്നു ചേരുന്നതാകുന്നു. അതിനാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം കൂടിയാണ് ധനുമാസം. ഇവർ പ്രധാനമായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു. നിത്യവും ഭഗവാന്റെ കാൽപാദങ്ങളിൽ തുളസി ചാർത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. തുളസിയില ചാർത്തുന്നതിലൂടെ ഇവർക്ക് വന്നു ചേരുന്ന ആ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു.